എവ്രിവൺ, നമ്മുടെ ബറ്റാലിയൻ ബാച്ചിന്റെ വൊക്കാബുലറി സീരീസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പൊ ഇന്നെന്ന് പറയുന്നത് ഡേ 1 ആയതുകൊണ്ട് തന്നെ ലെറ്റർ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു 20 വേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് അധികം വേർഡ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. അപ്പൊ നമ്മുടെ സീരീസിന്റെ നെയിം എന്ന് പറയുന്നത് വൊക്കാബ് ബൂസ്റ്റർ ആണ്. അതിന്റെ ഡേ 1 ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, അതിലെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അമെന്റ് ആണ്. അമെന്റ്, അമെന്റ്മെന്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അമെന്റ്മെന്റ്. അമെന്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചേഞ്ച് ചെയ്യുക, ആ ഒരു മീനിങ് ആണല്ലേ വരുന്നത്. അപ്പൊ അമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച്, ആ ഒരു മീനിങ് ആണ് അമെന്റിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഓപ്ഷൻസ് കൂടെ നോക്കാം. ഓപ്ഷൻ എ ഡിറ്റീരിയറേറ്റ്. ഡിറ്റീരിയറേറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡാണ്. പ്രോഗ്രസീവ്ലി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു മീനിങ് ആണ് ഡിറ്റീരിയറേറ്റിന് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ പറയാ? വേഴ്സണിങ് എന്ന് പറയാം. വേഴ്സണിങ്. അതുപോലെ എന്താ? ഡിക്ലൈൻ. ഈ രണ്ട് വേർഡും ഈ ഡിറ്റീരിയറേറ്റിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ നശിക്കുക, മോശമായിക്കൊണ്ടിരിക്കുക, ആ ഒരു മീനിങ് ആണ് ഡിറ്റീരിയറേറ്റിനുള്ളത്. അടുത്തത് അമീലിയോറേറ്റ്. അമീലിയോറേറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വേർഡ് ആണ്. അതായത് ചേഞ്ച് ചെയ്യുക. എന്തിനെ ചേഞ്ച് ചെയ്യുക? ഒരു ബാഡ് ആയിട്ടുള്ള അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്ത് ബെറ്റർ ആക്കുക, അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതാണ് അമീലിയോറേറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിനെ ഇംപ്രൂവ്, ഇംപ്രൂവ്, അതുപോലെ തന്നെ എൻഹാൻസ്, നന്നാക്കുക, ആ ഒരു മീനിങ് ആണ് അമീലിയോറേറ്റിനുള്ളത്. അടുത്തത് ഡിമോളിഷ്. ഡിമോളിഷ് എന്ന് പറയുമ്പോൾ തകർക്കുക, നശിപ്പിക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പം we can call it destroy, destroy, അതുപോലെ ruin. ഇതൊക്കെ ഡിമോളിഷ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് ആണ്. അടുത്തത് സ്നബ്. സ്നബ് എന്ന് പറയുന്നത് അതും ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡാണ്. എന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യുക, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, റീബഫ്, ആ ഒരു മീനിങ് ആണ് സ്നബിനുള്ളത്. അപ്പൊ നമുക്ക് ഇൻസൾട്ട്, അതുപോലെ റീബഫ്, ഹ്യൂമിലിയേറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് സ്നബിന്റെ മീനിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ അമെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയം ഇതിൽ നിന്ന് ഏതായിരിക്കും? ഈ സിനോണിയം അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതില് പോസിറ്റീവ് ആയിട്ടൊരു മീനിങ് വരുന്നത് അമീലിയോറേറ്റ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. ഒരു സിറ്റുവേഷനെ, ഒരു കാര്യത്തെ ചേഞ്ച് ചെയ്തല്ലേ നമ്മൾ ബെറ്റർ ആക്കുക. അപ്പൊ ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു മീനിങ് വെച്ചിട്ട് അമെന്റിന്റെ സിനോണിയം നമുക്ക് ഇവിടെ അമീലിയോറേറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി അമീലിയോറേറ്റ് ആണ് അമെന്റിന്റെ സിനോണിയം നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഈ അമെന്റിന്റെ മീനിങ്ങും അതിന്റെ സിനോണിയംസും ഈ ഓപ്ഷൻസ് അതിന്റെ സിനോണിയംസ് എല്ലാ മീനിങ്സും ഒന്ന് ഓർത്ത് വെക്കണം. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. അടുത്തത് സിനോണിയം ഓഫ് അബൻഡന്റ്. അബൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, നമ്മൾ കുറെ കേട്ടിട്ടുള്ള വേർഡാണ്. സമൃദ്ധമായിട്ടുള്ള, ഒരുപാടുള്ളത്, ധാരാളമായിട്ടുള്ളത്, ആ ഒരു മീനിങ് ആണ് അബൻഡന്റിന്റെ. അപ്പൊ നമുക്കിതിന് പ്രോസ്പെറസ് എന്ന് പറയാം. പ്രോസ്പെറസ്, സമൃദ്ധമായ, അതുപോലെ എന്താ? ഭയങ്കര സഫിഷ്യന്റ് ആയിട്ടുള്ള, ആവശ്യത്തിനുള്ള, ആ ഒരു മീനിങ്ങിലും പറയാം. അപ്പം ഇനി അടുത്ത അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്കേഴ്സ്. സ്കേഴ്സിറ്റി എന്താണ്? സ്കേഴ്സിറ്റി ക്ഷാമം, ഒന്നും കിട്ടാനില്ലാത്ത ഒരു അവസ്ഥ അല്ലേ? ആ ഒരു മീനിങ് ആണ് സ്കേഴ്സിനുള്ളത്. അതായത് ഇൻസഫിഷ്യന്റ്, ആവശ്യത്തിനില്ലാതെ, ഇൻസഫിഷ്യന്റ്, ഇൻആഡിക്വേറ്റ്, അതൊക്കെ സ്കേഴ്സിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ നമുക്ക് ഇൻസഫിഷ്യന്റ്, അതുപോലെ ഇൻആഡിക്വേറ്റ്, ഇതൊക്കെയാണ് സ്കേഴ്സിന്റെ മീനിങ്. അപ്പൊ അടുത്തത് പ്ലെന്റിഫുൾ. പ്ലെന്റിഫുൾ എന്ന് പറയുമ്പോൾ ധാരാളമായിട്ടുള്ളത്, ഒരുപാടുള്ളത്, പ്ലെന്റി ഓഫ് അല്ലേ? അപ്പം പ്ലെന്റിഫുൾ എന്ന് പറയുമ്പോൾ സഫിഷ്യന്റ്, അതുപോലെ എന്താ പറയാം? ആഡിക്വേറ്റ്, ഇതൊക്കെയാണ് പ്ലെന്റിഫുളിന്റെ മീനിങ്. അതായത് ഈ സ്കേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലേ? ആന്റണിയം ആണല്ലേ? അടുത്തത് ഡിമിനിറ്റീവ്. ഡിമിനിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിമിനിഷ്ഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡിമിനിഷ്ഡ് എന്ന് വെച്ചാൽ എന്താ? ചെറുതായ, വളരെ ചെറുതായിട്ടുള്ള, ടൈനി ആയിട്ടുള്ള, എക്സ്ട്രീംലി സ്മോൾ ആയിട്ടുള്ള, അതാണ് ഡിമിനിറ്റീവിന്റെ മീനിങ്. അപ്പൊ നമുക്ക് പറയാം ടൈനി, അതുപോലെ എന്താ? എക്സ്ട്രീംലി സ്മോൾ, എക്സ്ട്രീംലി സ്മോൾ.
അടുത്തത് സ്പൊറാഡിക്. സ്പൊറാഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര റെയർ ആയിട്ടുള്ള, ഒക്കേഷണലി മാത്രം സംഭവിക്കുന്ന ആ ഒരു മീനിങ് ആണ് സ്പൊറാഡിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒക്കേഷണലി അതുപോലെ റെയർലി, ഈ ഒരു മീനിങ് ആണ് സ്പൊറാഡിക്കിനുള്ളത്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ അബണ്ടന്റിന്റെ മീനിങ് ഏതാ? ഇറ്റ്സ് പ്ലെന്റിഫുൾ. പ്ലെന്റിഫുൾ ആണ് അബണ്ടന്റിന്റെ സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണ് മീൻ ചെയ്യുന്നത്? സഫിഷ്യന്റ്, ആഡിക്വേറ്റ്, അല്ലെങ്കിൽ ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി, പ്ലെന്റി ഓഫ്, ആ ഒരു മീനിങ് ആണ് അബണ്ടന്റിനുള്ളത്. ഓക്കെ, അബണ്ടന്റ് എന്ന് പറയുന്ന വേർഡ് ഇനി മറക്കൂലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. അജൈൽ. അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര വഴക്കമുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് അജൈലിന് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ആക്റ്റീവ് എന്ന് പറയാം, അതുപോലെ ഫ്ലെക്സിബിൾ എന്ന് പറയാം. ഫ്ലെക്സിബിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്ലംസി. ക്ലംസി എന്ന് പറഞ്ഞാൽ എന്താ? സ്ലഗിഷ്, ഭയങ്കര ലേസി ആയിട്ടുള്ള, ഒരു ആക്റ്റീവ് അല്ലാത്ത, ഇൻആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ക്ലംസിക്ക്. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അല്ലേ. അപ്പൊ ക്ലംസി എന്ന് പറയുമ്പോൾ എന്താ? സ്ലഗിഷ്, ലേസി, ആ ഒരു മീനിങ് ആണ് ക്ലംസിക്ക് വരുന്നത്. അടുത്ത ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ഒരു മീനിങ് ആണ്, കുറച്ച് ലേസി ആയിട്ടുള്ള, അത്ര ആക്റ്റീവ് അല്ലാത്ത, സ്ലഗിഷ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇത് രണ്ടും സിനോണിയംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? ലേസി, ഇനാക്റ്റീവ്, ആ ഒരു മീനിങ് ആണ്. അടുത്തത് നിമ്പിൾ. നിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് നിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നിമ്പിൾ നമുക്ക് പറയാം, എന്താ പറയാ? ഫാസ്റ്റ് മൂവിങ്, ആക്റ്റീവ്, ഇതൊക്കെയാണ് നിമ്പിളിന്റെ മീനിങ്. അടുത്തത് ഹെഫ്റ്റി. ഹെഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതിലൊന്നും പെടാത്തൊരു വേർഡാണ്. ഹെഫ്റ്റിയുടെ മീനിങ് നമ്മൾ നേരത്തെ ഒരു വേർഡ് പഠിച്ചില്ലേ, ഡിമിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ? സ്മോൾ, ചെറുതെന്നുള്ള മീനിങ്. അപ്പൊ ഇവിടെ ഹെഫ്റ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള, കുറച്ച് എന്താ ഭാരം കൂടിയ, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഹെഫ്റ്റിയുടേത്. അപ്പം എന്താ പറയാ? ഹെവി. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് നമ്മൾ പഠിച്ചല്ലേ, ഇതിന്റെ മീനിങ്സും പഠിച്ചല്ലോ. അപ്പൊ അജൈലിന്റെ സിനോണിം ഇവിടെ ഏതാണ്? അജൈൽ എന്ന് പറയുമ്പോൾ ആക്റ്റീവ്, ഫ്ലെക്സിബിൾ, ഫാസ്റ്റ് മൂവിങ്, എന്താ പറയാ, ഹീസ് ആൻ അജൈൽ ഡാൻസർ എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നല്ല വഴക്കമുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ ആൻസർ എന്താ? ഇറ്റ്സ് നിമ്പിൾ. നിമ്പിൾ മീൻസ് ഫാസ്റ്റ് മൂവിങ്, ആക്റ്റീവ്, എനർജറ്റിക്, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പം ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഇറ്റ്സ് നിമ്പിൾ. ഓക്കെ, ഇത്രയും വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അപ്പം അടുത്ത വേർഡിലോട്ട് പോവാം. അടുത്തത് അമിയബിൾ. നിങ്ങൾക്ക് എങ്ങനെയുള്ള ടീച്ചറിനെ ഇഷ്ടം? അമിയബിൾ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറിനെ അല്ലേ. അപ്പം അമിയബിളിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി. അമിഗോ എന്ന് കേട്ടിട്ടില്ലേ? അമിഗോ. അമിഗോ എന്ന് വെച്ചാൽ എന്താ? ഫ്രണ്ട് എന്നല്ലേ അർത്ഥം. അത് വെച്ചിട്ട് ഓർത്തിരുന്നോ. അമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ലി. ഓക്കെ, പിന്നെ അടുത്ത ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്, ഇതിന്റെ ആന്റണിയം ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന, എതിർക്കുന്ന, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു കാര്യത്തിനെയാണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം, അൺഫ്രണ്ട്ലി, അതുപോലെ എന്താ പറയാ, അഗ്രസീവ്, ആ ഒരു മീനിങ് ആണ് ഹോസ്റ്റൈലിന്റെ അടുത്ത്. അടുത്തത് കോൺജെനിയൽ. ഈ എന്താ പറയാ, മിസ് കേരള, മിസ് വേൾഡ്, അങ്ങനത്തെ ഉള്ള ബ്യൂട്ടി പെജന്റ് കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് അതിലുള്ളൊരു ടൈറ്റിൽ ആണ് മിസ് കൺജെനിയാലിറ്റി എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്താ പറയാ, അപ്രോച്ചബിൾ ആയിട്ടുള്ള, കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് കൺജെനിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫ്രണ്ട്ലി എന്ന് പറയുന്ന മീനിങ് ആണ്. അതുപോലെ തന്നെ എന്താ, ഒരു പോസിറ്റീവ് മീനിങ് ആണല്ലേ. അപ്പം അപ്രോച്ചബിൾ, ആ ഒരു മീനിങ് ആണ് കോൺജെനിയൽ എന്ന് പറയുന്നത്. അടുത്ത എൻറേജ്ഡ്. എൻറേജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷിച്ച, ഒരു വയലന്റ് ആയിട്ടുള്ള, ഭയങ്കര ദേഷ്യം വരുമല്ലോ, ദേഷ്യത്തിന്റെ എക്സ്ട്രീം, ആ ഒരു കാര്യം സൂചിപ്പിക്കുന്ന വേർഡാണ് എൻറേജ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിന് ആംഗ്രി എന്ന് പറയാം, വയലന്റ് എന്ന് പറയാം. അതെ, ഓക്കെ, ആ റെഡ് കളറിലുള്ള ഇമോജി ഇല്ലേ,
അതാണ് ശരിക്കും എൻറേജ്ഡ് എന്ന് പറയുന്നത്. അടുത്തത് റൂത്ത്ലെസ്. റൂത്ത്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ബ്രൂട്ടൽ ആയിട്ടുള്ള, എന്താ പറയാ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്ന ആ ഒരു കുറച്ചും കൂടെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു വേർഡാണ് റൂത്ത്ലെസ് എന്ന് പറയുന്നത്. റൂത്ത്ലെസിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അൺകൈൻഡ്, കൈൻഡ് അല്ലാത്ത, ദയയില്ലാത്ത, അതുപോലെ എന്താ ദ്രോഹിക്കുക, ആ ഒരു മീനിങ് ഒക്കെയാണ് റൂത്ത്ലെസ്സിന് വരുന്നത്. അപ്പൊ നമുക്കതിനെ അൺകൈൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അമിയബിളിന്റെ മീനിങ് സിനോണിയം ഇവിടെ ഏതാ വരുന്നത്? ഇറ്റ്സ് കൺജെനിയൽ, ഫ്രണ്ട്ലി, ആ ഒരു മീനിങ് ആണ് അമിയബിളിന് വരുന്നത്. അപ്പം ഇത്രയും വേർഡ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഈ വൊക്കാബുലറി പഠിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മൾ ഒരു സെന്റൻസ് എഴുതുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എഴുതുകയാണ്, നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആവും, കുറച്ച് ക്ലാസി ആവും. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ് ഉണ്ട്. ഇപ്പൊ ആംഗ്രി, ആംഗ്രി എന്ന് പറയുന്ന വേർഡ്, അപ്പൊ അതിന് പകരമായിട്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് എൻറേജ്ഡ്, ആംഗ്രി അല്ലേ? അതുപോലെ അമിയബിൾ, ഫ്രണ്ട്ലി. അമിയബിളിന്റെ ഇവിടുത്തെ സിനോണിയം ഏതാണ്? കോൺജെനിയൽ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഏതാ? ഇതിന്റെ ആന്റോണിയം ഏതാ? ഇറ്റ്സ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ ആണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അൺഫ്രണ്ട്ലി, അഗ്രസീവ്, ഈ ഒരു മീനിങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. അടുത്തത് സിനോണിയം ഓഫ് ആർഡ്വസ്. ആർഡ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് നോക്കാം, ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ആദ്യം തന്നെ അൺഡിമാൻഡിങ്, ഡിഫിക്കൾട്ട്, ബ്രിസ്ക്, ഡെലിക്കേറ്റ്. അപ്പൊ ആർഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ തന്നെ ഒരു ഡിഫിക്കൽട്ട് തോന്നുന്നില്ലേ? ആർഡസ്, അതെ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഓക്കെ, ചലഞ്ചിങ്, ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ്, ചലഞ്ചിങ്. അപ്പൊ ഇതൊക്കെയാണ് ആർഡസിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സിനോണിയംസ് നോക്കാം. സിനോണിയം ഏതാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ അൺഡിമാൻഡിങ്. അൺഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ അധികം ആവശ്യം വരാത്തത്, ഈസി ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് അൺഡിമാൻഡിങ്. നമ്മൾ അധികം എഫേർട്ട് ഇടേണ്ടാത്തത്, ആ ഒരു മീനിങ് ആണ് അൺഡിമാൻഡിങ്. അതായത് നീഡ്സ് ലെസ് എഫേർട്ട് അല്ലെങ്കിൽ സിമ്പിൾ, ഈസി, ആ ഒരു മീനിങ് ആണ്. അടുത്തത് ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് അറിയാലോ, ഭയങ്കര പാടുള്ളത്. അടുത്ത് ബ്രിസ്ക്. ബ്രിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ബ്രിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെട്ടെന്നുള്ള, റാപ്പിഡ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ബ്രിസ്ക്. അപ്പൊ ഓക്കെ, ഇതിന്റെ മീനിങ് നമുക്ക് പറയാം. റാപ്പിഡ്, ക്യുക്ക്, പെട്ടെന്ന്, ക്യുക്ക്, അതുപോലെ എനർജറ്റിക്, ഈ ഒരു മീനിങ് ആണ് ബ്രിസ്കിനുള്ളത്. അടുത്ത ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഭയങ്കര നേരിയ, നേർത്ത, സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതാണ് ഡെലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? സോഫ്റ്റ്, ടെൻഡർ, ഇതൊക്കെ എന്തിന്റെ മീനിങ് ആണ്? ഡെലിക്കേറ്റിന്റെ മീനിങ് ആണ്. അപ്പൊ ഇവിടുന്ന് ആർഡസ്. ആർഡസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ, ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള, പാടുള്ള, ഏതാണത്? ഡിഫിക്കൽട്ട്. ആർഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിനോണിയം ഇവിടെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേർഡ് നോക്കാം. അടുത്തത് അസേർട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ടൈപ്പ് ഓഫ് സെന്റൻസിനകത്ത് അസേർട്ടീവ് സെന്റൻസ്. അസേർട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം പ്രസ്താവിക്കുക, ഇങ്ങനെയാണ്, സ്റ്റേറ്റ് ചെയ്യുക. എന്താ പറയാ, ഈ നമ്മൾ പ്രൊക്ലെയിം എന്നൊക്കെ പറയൂലേ, അതാണ് അസേർട്ടിന്റെ മീനിങ്. ഡിക്ലെയർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് അസേർട്ടിൻ്റെത്. വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് പ്രൊക്ലെയിം, അതുപോലെ ഡിക്ലെയർ, സ്റ്റേറ്റ്, ഇതൊക്കെയാണ് അസേർട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലേ, എന്നാലും നമുക്ക് പറയാം. നെഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. നെഗ്ലക്റ്റ് എന്നൊക്കെ പറയുന്ന മീനിങ് ആണ്. അവോയ്ഡ്, നെഗ്ലക്റ്റ്, ആ ഒരു മീനിങ് ആണ് നെഗേറ്റിന്റെ. അടുത്ത പ്രൊക്ലൈം, അതാണല്ലേ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള വേർഡ്സ് ഡിസ്കസ് ചെയ്യാം. ഇതിനും ഒരുപാട് സിനോണിംസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു വേർഡൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് കാണാം. അപ്പൊ പ്രൊക്ലെയിം അറിയാലോ. പിന്നെ കൺസീൽ. കൺസീൽ എന്ന് വെച്ചാൽ എന്താ? മറയ്ക്കുക, ഹൈഡ് ചെയ്യുക. ഈ പാടൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യത്തില്ലേ, അതുപോലെയാണ് കൺസീൽ. കൺസീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൈഡ്, മറയ്ക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഒളിക്കുക, ആ ഒരു സംഭവമാണ്. അടുത്ത ഇന്ററോഗേറ്റ്. ഇന്ററോഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞില്ല. അതുപോലെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഇല്ല എന്ന് വെച്ചാൽ എന്താ, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ചോദ്യം ചോദിക്കുക, ആ ഒരു മീനിങ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുക, അതാണ് ഇന്ററോഗേറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആസ്ക്, ആ ഒരു മീനിങ് ഒക്കെയാണ് ഇന്ററോഗേറ്റിന്റെ. അപ്പം അസേർട്ടിന്റെ മീനിങ് എന്താണ്? പ്രൊക്ലെയിം. അസേർട്ട് എന്ന് വെച്ചാൽ ഡിക്ലെയർ ചെയ്യുക, പ്രസ്താവിക്കുക. ഓക്കെ, പ്രൊക്ലെയിം. പ്രൊക്ലമേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, വിളംബരം, അതൊക്കെയാണ് അസേർട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത്, സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം. അടുത്തത് സിനോണിം ഓഫ് അവേർട്ട്. അവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, തടയുക, പ്രിവെന്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് അവേർട്ടിൻ്റെത്. നമുക്കിനി ഇതിന്റെ നോക്കാം. എല്യൂഡ്. എല്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ പ്രിവെന്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് എല്യൂഡ്. അടുത്തത് എൻകൗണ്ടർ. എൻകൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻകൗണ്ടർ നമ്മൾ മൂവീസിലൊക്കെ കേട്ടിട്ടില്ലേ. എൻകൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുക, അതിനെ എന്താ പറയാ, നേരിടുക, ആ ഒരു മീനിങ് ആണ് എൻകൗണ്ടർ. എൻകൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫേസ്. അടുത്തത് അസംബിൾ. അസംബിൾ എന്ന് വെച്ചാൽ എന്താ? അസംബ്ലി. അസംബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുക, മീറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക, ഒത്തുകൂടുക, ആ ഒരു മീനിങ് ആണ് അസംബിളിന്റെ. അസംബിൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം മീറ്റ് എന്ന് പറയാം, മീറ്റ്. അതുപോലെ ടു ഗെറ്റ് ടുഗദർ, അതൊക്കെയാണ് അസംബിളിന്റെ മീനിങ്. അടുത്ത എൻഡോഴ്സ്. എൻഡോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻഡോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻഡോഴ്സിന്റെ മീനിങ് ആണ് വാലിഡേറ്റ് ചെയ്യുക, ഉറപ്പുവരുത്തുക, അംഗീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഐ എൻഡോഴ്സ് ദിസ് എന്നൊക്കെ പറയും. അപ്പൊ എൻഡോഴ്സിന്റെ മീനിങ് എന്ന് പറയുന്നത് വാലിഡേറ്റ്, അതുപോലെ സപ്പോർട്ട്, ആ ഒരു മീനിങ് ആണ് എൻഡോഴ്സിന്റെ. അപ്പം അവോയ്ഡ് എന്ന് പറയുന്ന വേർഡിന്റെ നമ്മുടെ മീനിങ് എന്തായിരുന്നു പറഞ്ഞേ? പ്രിവെന്റ്, അവോയ്ഡ്, ഇഗ്നോർ, ഇതൊക്കെയാണല്ലേ. അപ്പൊ അവോയ്ഡിന്റെ സിനോണിം ഇവിടെ ഏതാ? ഇറ്റ്സ് എല്യൂഡ്. എല്യൂഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, എല്യൂഡിന്റെ മീനിങ് എന്താ? ടു സ്റ്റോപ്പ്, ടു പ്രിവെന്റ്, തടയുക, എല്യൂഡ്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു വേർഡും അതിന്റെ മീനിങ്സും നോട്ട് ചെയ്ത് വെച്ചോ. അടുത്തത് സിനോണിം ഓഫ് അഡോൺ. അഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അലങ്കരിക്കുക, ഭംഗിയാക്കുക, ആ ഒരു മീനിങ്ങില് ഡെക്കറേറ്റ് ചെയ്യുക, അതൊക്കെയാണ് അഡോണിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അഡോണിന്റെ മീനിങ് ഡെക്കറേറ്റ് എന്നാണ്. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എംബലിഷ്, ഓപ്ഷൻ ബി എക്സ്പഞ്ച്, ഓപ്ഷൻ സി റപ്ചർ, ഓപ്ഷൻ ഡി ടാറ്റർ. ഓക്കെ, എംബലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫൈ, ഭംഗിയാക്കി മാറ്റുക, അതുപോലെ എന്താ പറയാ, കുറച്ചും കൂടെ ഓർണമെന്റ് ചെയ്യുക, ഈ ഒരു മീനിങ് ഒക്കെയാണ് എംബലിഷിനുള്ളത്. അപ്പൊ നമുക്ക് ഓർണമെന്റ് എന്ന് പറയാം. ഓർണമെന്റ് അതൊരു വേർബ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്, ഓർണമെന്റ്. ഓക്കെ, അടുത്തത് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും ലീഗലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം റിമൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എടുത്ത് മാറ്റുക, ആ ഒരു മീനിങ് ആണ് എക്സ്പെൻസ്. അപ്പൊ നമുക്ക് റിമൂവ് ഓർ ഡിലീറ്റ്. ഓക്കെ, ഇതാണ് എക്സ്പെൻസിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത റപ്ചർ. റപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നാശമാവുക, അല്ലെങ്കിൽ എന്താ പറയാ, റൂയിൻ, നശിക്കുക, ആ ഒരു മീനിങ് ആണ് റപ്ചറിൻ്റെത്. അപ്പൊ റപ്ചറിനെ നമുക്ക് റൂയിൻ എന്ന് പറയാം. റൂയിൻ, ഡിക്ലൈൻ, ഇതൊക്കെ റപ്ചറിന്റെ മീനിങ് ആണ് കേട്ടോ. അടുത്തത് ടാറ്റർ. ടാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിപ്പ് ഓഫ്, എന്തെങ്കിലും ഒരു കാര്യം കീറിക്കളയുക, ടിയർ ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ടാറ്ററിന് വരുന്നത്. ടു റിപ്പ് ഓഫ്, ടു റിപ്പ് ഓഫ്. അപ്പം അഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞേ? ഡെക്കറേറ്റ് ചെയ്യുക, ഭംഗിയാക്കുക. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കൂലേ, ആ ഒരു മീനിങ് ആണ് അഡോണിന് വരുന്നത്. അപ്പൊ അഡോണിന്റെ ഇവിടുത്തെ മീനിങ് ഏതാ? സിനോണിയം ഏതാ? ഓഫ് കോഴ്സ് ഇറ്റ്സ് എംബലിഷ്. എംബലിഷ് എന്ന് പറയുന്ന വേർഡ് ആണ് ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഓർണമെന്റ്, അതുപോലെ ഡെക്കറേറ്റ്, ഇതൊക്കെയാണ് എംബലിഷിന്റെ മീനിങ്. അപ്പൊ ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ ഇപ്പൊ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കറേറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് തരണമെങ്കിൽ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേർഡ് എംബലിഷ് എന്ന് പറയുന്നത്. പറയാൻ തന്നെ ഒരു രസമില്ലേ? ഓക്കെ, അടുത്തത് സിനോണിയം ഓഫ് അഫ്ലുവന്റ്. എല്ലാവർക്കും ആവാൻ ആഗ്രഹമുള്ള കാര്യം, അതിനാണ് എല്ലാവരും പഠിക്കുന്നത്, ജോലി വാങ്ങണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് അല്ലേ? അഫ്ലുവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്തി, റിച്ച്, അതൊക്കെയാണ്
അഫ്ലുവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഇൻഡിജന്റ്, ഒപ്യുലന്റ്, ഇംപവറൈസ്ഡ്, ഇംപ്രൊവൈസ്ഡ്. ഇൻഡിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര എക്സ്ട്രീംലി പുവർ, നീഡി, ആ ഒരു പാവപ്പെട്ട, അൺവെൽത്തി, ആ ഒരു മീനിങ് ആണ് ഇൻഡിജന്റിന് വരുന്നത്. അപ്പം നമുക്ക് എന്താ പറയാം? നീഡി, പുവർ, ഇങ്ങനെ പറയാം അല്ലേ? അപ്പൊ ഇതാണ് ഇൻഡിജന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത ഒപ്യുലന്റ്. ഒപ്യുലന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള, ആഡംബരം ആയിട്ടുള്ള, അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഒപ്യുലന്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ്ലി, ലക്ഷൂറിയസ്, അതുപോലെ എക്സ്പെൻസീവ്. ഓക്കെ, ഇതൊക്കെയാണ് ഒപ്യുലന്റിന്റെ മീനിങ്. അടുത്ത ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡ് എന്ന് പറയുമ്പോൾ മെയ്ഡ് പുവർ, അതും എന്താ? പാവപ്പെട്ട, അൺവെൽത്തി ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു ഡിഫ്ലീറ്റ്, ആ ഒരു മീനിങ് ഒക്കെയാണ് ഇംപവറിഷ്ഡ് വരിക. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, മെയ്ഡ് പുവർ, അൺവെൽത്തി, അങ്ങനത്തെ ഒക്കെ മീനിങ് ആണ്. അടുത്ത ഇംപ്രൊവൈസ്ഡ്. ഈ രണ്ട് വേർഡ് ഞാൻ ഇവിടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപവറിഷ്ഡ് അതുപോലെ ഇംപ്രൊവൈസ്ഡ്, ഇത് രണ്ടും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് അല്ലേ? ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു, മെയ്ഡ് പുവർ. എങ്കിൽ ഇംപ്രൊവൈസ്ഡിന്റെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുക, എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവരാ, പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് അങ്ങനെ വരുന്നതിനാണ് ഇംപ്രൊവൈസ്ഡ് എന്ന് പറയുന്നത്. ഇംപ്രൊവൈസേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ എന്താ പറയാ, ക്വിക്ക് ഡിസിഷൻസ്, അതൊക്കെയാണ് ഇംപ്രൊവൈസ്ഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് അഫ്ലുവന്റിന്റെ സിനോണിയം ഇതിൽ ഏതായിരിക്കും? അതെ, ഒപ്യുലന്റ് ആണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, സിനോണിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഒപ്യുലന്റ്, വിച്ച് മീൻസ് കോസ്റ്റ്ലി, ലക്ഷൂറിയസ്, എക്സ്പെൻസീവ്, ഇതൊക്കെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിനോണിയം ഓഫ് എലിവിയേറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇൻക്രീസ്, ഓപ്ഷൻ ബി മിറ്റിഗേറ്റ്, ഓപ്ഷൻ സി റിട്രോഗ്രസ്, ഓപ്ഷൻ ബി ഓഗ്മെന്റ്. അപ്പൊ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്താ? കൂട്ടുക അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം കൂട്ടുക എന്നുള്ള മീനിങ് ആണ് ഇൻക്രീസിൻ്റെത്. അപ്പൊ അലിവേറ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞില്ലല്ലോ. അലിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കുറയ്ക്കുക, റെഡ്യൂസ്. ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും വലിയൊരു പ്രോബ്ലം ചെറുതാക്കുക, നമ്മൾ എന്താ പറയാ, സോൾവ് ചെയ്യുക, ആ ഒരു സംഭവമാണ് റെഡ്യൂസ്. ആ ഒരു മീനിങ് ആണ് എലിവേറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻക്രീസ്, നമുക്ക് അറിയാലോ, അത് കൂട്ടുക എന്നാണ്. അപ്പൊ എന്തായാലും ഇതല്ല. അടുത്തത് മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കുറച്ചും കൂടെ റിസോൾവ് ചെയ്യുക, ചെറുതാക്കുക, റെഡ്യൂസ് ചെയ്യുക, ആ ഒരു കാര്യമാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം റെഡ്യൂസ്, അതുപോലെ എന്താ, ടു മേക്ക് ലെസ്, ആ ഒരു മീനിങ് ആണ് കേട്ടോ, ടു മേക്ക് ലെസ്, മിറ്റിഗേറ്റ്. അടുത്തത് റിട്രോഗ്രസ്. റിട്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആക്കുക, എന്തെങ്കിലും ഒരു കാര്യം ബെറ്റർ ആക്കുക, കുറച്ചും കൂടെ ആഡ് ചെയ്ത് അതിനൊരു ഗ്രേറ്റർ ആക്കി മാറ്റുക. ടു മേക്ക് സംതിങ് ഗ്രേറ്റർ, അതാണ് ഇതിന്റെ മീനിങ്. ടു മേക്ക് സംതിങ് ഗ്രേറ്റ്, കുറച്ചും കൂടെ എന്താ പറയാ, വലുതാക്കുക, ഇൻക്രീസ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് റിട്രോഗ്രസിന്റെ. അതുപോലെ ഓഗ്മെന്റ്, ഓഗ്മെന്റും ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ എന്തായാലും ഇതെല്ലാം എലിവേറ്റിന്റെ ആന്റണിയം ആയിട്ടാണ് വരുന്നത്. എലിവേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നല്ലേ? എലി എന്ന് പറഞ്ഞാൽ ചെറുത്, എലിവേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പൊ ഓഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതും എൻഹാൻസ്, ഇൻക്രീസ്, ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ സിനോണിയം ഇവിടെ ഏതാണ്? ഇറ്റ്സ് മിറ്റിഗേറ്റ്. മിറ്റിഗേറ്റ് ആണ് റെഡ്യൂസ്, ടു മേക്ക് ലെസ്, ആ ഒരു മീനിങ് വരുന്നത്. അപ്പം എലിവേറ്റിന്റെ സിനോണിയം എന്ന് പറയുന്നത് മിറ്റിഗേറ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, മിറ്റിഗേറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിയം ഓഫ് adroitness. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപ്രഹെൻസീവ്, ഓപ്ഷൻ ബി പ്രോവസ്, ഓപ്ഷൻ സി നംസ്കൽ, ഓപ്ഷൻ ഡി അസിനൈൻ. അപ്പം അപ്രഹെൻസീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആങ്ഷ്യസ്, അതായത് എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള, ബാഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു ടെൻഷൻ വരിക, അതിനെക്കുറിച്ച് എന്താ ഉത്കണ്ഠ, ഇതേ ഒരു മീനിങ് ആണ് അപ്രഹെൻസീവിന് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെ, ആങ്ഷ്യസ് ഓഫ് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ കുറിച്ച് ആങ്ഷ്യസ് ആവുക, എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ളത് സംഭവിക്കാൻ പോവുക, ആ ഒരു പേടി, ആ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്, അപ്രഹെൻസീവിന് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്? അപ്രഹെൻസീവ് എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി, ആങ്ഷ്യസ്, ആ ഒരു മീനിങ് പറയാം, ആങ്ഷ്യസ്. അല്ലെങ്കിൽ ഫിയർഫുൾ, പേടി, എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ട് സംഭവിക്കും എന്നുള്ളൊരു പേടി, ഇതൊക്കെയാണ്
അപ്രഹെൻസീവിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത പ്രോവസ്. പ്രോവസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള, ഭയങ്കര കഴിവുള്ള ആ ഒരു മീനിങ് ആണ് പ്രോവസിന് വരുന്നത്. അപ്പൊ നമുക്ക് സ്കിൽഫുൾ എന്ന് പറയാം. സ്കിൽഫുൾ, അതുപോലെ ടാലന്റഡ്, ആ ഒരു മീനിങ് ആണ് പ്രോവസിന് വരുന്നത്. അടുത്തത് നംസ്കൾ. നംസ്കൾ എന്ന് പറയുമ്പം, സ്കൾ എന്ന് പറയുമ്പോൾ എന്താ, തലയോട്ടി അല്ലേ. നംസ്കൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, ഫൂളിഷ് ആയിട്ടുള്ള, തലയോട്ടിക്കകത്തൊന്നുമില്ല, തലയ്ക്കകത്തൊന്നുമില്ല, ബ്രെയിൻലെസ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് നംസ്കൾ എന്ന് പറയുന്നത്. ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നംസ്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫൂൾ, അല്ലെങ്കിൽ എന്താ പറയാ, സ്റ്റുപ്പിഡ്, സില്ലി, ആ ഒരു മീനിങ് ഒക്കെയാണ് നംസ്കൾ എന്ന് പറയുന്നത്. അടുത്തത് അസിനൈൻ. അസിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതുപോലെയാണ്. എക്സ്ട്രീംലി ഫൂൾ ആയിട്ടുള്ള, ഭയങ്കര മന്ദബുദ്ധി ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ഫ്രണ്ടിനെ വിളിക്കാൻ പറ്റിയ പേരാണ് അസിനൈൻ എന്ന് പറയുന്നത്. അസിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ഒരു സെയിം മീനിങ് ആണ്, ഫൂൾ, സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മുടെ ആഡ്രോയിഡ്നെസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കുറച്ച് കഴിവുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, അതാണ് ആഡ്രോയിഡ്നെസിന്റെ മീനിങ്. അപ്പം ഇതിന്റെ സിനോണിയം ഇവിടെ ഏതാണ്, നമ്മൾ ഇതിൽ ഏതാ സ്കിൽ, ബാക്കിയെല്ലാം വരുന്നത് എന്താ പറയാ, ഇവിടെ തന്നെ ആങ്ഷ്യസ്, ഫിയർഫുൾ, ആ ഒരു മീനിങ് ആണ് അല്ലേ. നംസ്കളും അസിനൈനും എന്താണ്, ഭയങ്കര ഫൂളിഷ് ആയിട്ടുള്ള, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ആഡ്രോയിഡ്നെസിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്കിൽഫുൾ, അതുപോലെ ടാലന്റഡ്, ഈ ഒരു മീനിങ് ആണ് ആഡ്രോയിഡ്നെസിന്റെ. അപ്പൊ ഇവിടുത്തെ സിനോണിയം എന്ന് പറയുന്നത് പ്രോവസ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, പ്രോവസ്, വിച്ച് മീൻസ് സ്കിൽഫുൾ, ടാലന്റഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. അടുത്തത് സിനോണിയം ഓഫ് ആംപിൾ. ആംപിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതും നമ്മുടെ അബൻഡന്റ്, ഈ ഒരു മീനിങ് ഒക്കെ ഏതാണ്ട് സെയിം ആയിട്ട് വരും. ആംപിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, പ്ലെന്റി ആയിട്ടുള്ള, ഒരുപാടുള്ള, ആ ഒരു മീനിങ് ആണ് പ്ലെന്റി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇൻസഫിഷ്യന്റ്, അത് നമുക്കറിയാലോ, അല്ല. പിന്നുള്ളത് ബൗണ്ടിഫുൾ. ബൗണ്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെയാണ്, പ്ലെന്റിഫുൾ, അബൻഡന്റ്, ഈ ഒരു മീനിങ് ആണ് ബൗണ്ടിഫുളിന് വരുന്നത്. അടുത്ത ഇൻസിഗ്നിഫിക്കന്റ്. സിഗ്നിഫിക്കന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ് അല്ലേ. അപ്പൊ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത, നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, അൺവാണ്ടഡ് എന്ന് പറയാം. അൺവാണ്ടഡ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, ലെസ് ഇമ്പോർട്ടൻറ്റ്, ആ ഒരു മീനിങ് ആണ് ഇൻസിഗ്നിഫിക്കന്റിനുള്ളത്. അടുത്തത് ഓപ്ഷൻ ഡി, സോറി, സ്കേഴ്സ്. സ്കേഴ്സ് ആയിരുന്നു. സ്കേഴ്സിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞതാണ്, ലെസ് ക്വാണ്ടിറ്റി, ഇൻസഫിഷ്യന്റ്, ഇൻആഡിക്വേറ്റ്, ഈ ഒരു മീനിങ് ആണ് സ്കേഴ്സിന്. ഇൻആഡിക്വേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ആംപിളിന്റെ മീനിങ് ഏതാണ്, ഇറ്റ്സ് ബൗണ്ടിഫുൾ. ബൗണ്ടിഫുൾ വിച്ച് മീൻസ് plentiful, abundant, in a large quantity, prosperous, sufficient, adequate, ഈ ഒരു മീനിങ് ഒക്കെയാണ് ബൗണ്ടിഫുളിന്റെ മീനിങ്. അപ്പം ആംപിളിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ബി, ബൗണ്ടിഫുൾ. അപ്പൊ ഇതിന്റെ ആൻസർ ഇസ് ബൗണ്ടിഫുൾ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് സിനോണിയം ഓഫ് അനൈലേറ്റ്. അനൈലേറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിയം നമുക്ക് നോക്കാം. ഓക്കെ, അനൈലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ട്രോയ് ചെയ്യുക, അതുപോലെ എന്താ, നശിപ്പിക്കുക, തകർക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പം ഡിസ്ട്രോയ്. അപ്പം ആദ്യത്തത് ഡിവാസ്റ്റേറ്റ്, ഓപ്ഷൻ ബി കൺസ്ട്രക്ട്, ഓപ്ഷൻ സി ഫോർസ്റ്റ്, ഓപ്ഷൻ ഡി പ്രിസർവ്. ഡിവാസ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നശിപ്പിക്കുക, തകർക്കുക, മോശമാക്കുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയാ, ഡിക്ലൈൻ, ഡെമോളിഷ്, ആ ഒരു മീനിങ് വരും. ഡെമോളിഷ്. അടുത്തത് കൺസ്ട്രക്ട്. കൺസ്ട്രക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എന്തെങ്കിലും ബിൽഡ് ചെയ്യുക, നിർമ്മിക്കുക, ഉണ്ടാക്കുക, ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യൂലേ, ആ ഒരു മീനിങ് ആണ് കൺസ്ട്രക്റ്റിന്റെ, ടു ബിൽഡ്. അടുത്തത് ഫോർജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എഫേർട്ട് ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഷേപ്പ് ചെയ്തെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു മീനിങ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കൂലേ, അത് ഫോർജ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫോർജ്ഡ് മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഷേപ്പ്, സ്കൾപ്റ്റ്,
ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അടുത്തത് പ്രിസർവ്. പ്രിസർവ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിസർവ് ചെയ്ത് വെക്കുക, കാത്തു സൂക്ഷിക്കുക, സേവ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. കൺസേർവ്, അതാണ് പ്രിസർവ് എന്ന് പറയുന്നത്. സേവ്. അപ്പം അനൈലേറ്റിന്റെ മീനിങ് ഇവിടെ ഏതായിരിക്കും? ഇത്രയും നല്ല പോസിറ്റീവ് വേർഡ്സ് ഇവിടെ കിടക്കുമ്പോൾ അനൈലേറ്റിന്റെ മീനിങ് ഏതാ? ഇറ്റ്സ് ഡിവാസ്റ്റേറ്റ്, ഡിക്ലൈൻ, ഡിമോളിഷ്, ഡിസ്ട്രോയ്, ആ ഒരു മീനിങ് ആണ് ഡിവാസ്റ്റേറ്റിന് വരുന്നത്. അപ്പം ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അനിഹിലേറ്റ്, അങ്ങനെയല്ല അനൈലേറ്റ് എന്നാണ് കേട്ടോ വായിക്കുന്നത്. അനൈലേറ്റ്. ഓക്കെ, ഇനി അടുത്തത് സിനോണിയം ഓഫ് അപ്രഹെൻഡ്. അപ്രഹെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ച്, സീസ്, അതുപോലെ തന്നെ എന്താ പറയുക ഡിറ്റൻഷൻ, ഇതൊക്കെയാണ് അപ്രഹെൻഡിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമുക്കിതിനെ എന്താ പറയാ, ക്യാച്ച്, സീസ്, ഇതൊക്കെയാണ് അപ്രഹെൻഡിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഓപ്ഷൻ നോക്കാം. റിലീസ് മീൻസ് എല്ലാവർക്കും അറിയാല്ലേ, വിട്ടയക്കുക എന്നാണ്. അപ്പൊ എന്തായാലും ഇതല്ല. അടുത്തത് അറസ്റ്റ്. അറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തടവിലാക്കുക, പിടിച്ചു വെക്കുക, ആ ഒരു മീനിങ് ആണല്ലേ. അപ്പൊ അറസ്റ്റ് എന്ന് പറയുന്നത് എന്താ? അതും ടു ക്യാച്ച്, ആ ഒരു മീനിങ് ആണ്. അടുത്ത ഡിസ്ചാർജ്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ എന്താ? അതും വിട്ടയക്കുക, റിലീസ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഡിസ്ചാർജിന്. അടുത്ത ഇമ്പോർട്ട് എന്ന് പറയുമ്പം ടു ബ്രിങ് സംതിങ്, എന്തെങ്കിലും കൊണ്ടുവരിക, ഇമ്പോർട്ട്, എക്സ്പോർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇമ്പോർട്ടും അല്ല. അപ്പൊ ഏതാണ് ഇതിന്റെ മീനിങ്? അപ്രഹെൻഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സിനോണിയം ഇസ് അറസ്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? അറസ്റ്റ്. ഓക്കെ, അടുത്തത് സിനോണിയം ഓഫ് അരോഗന്റ്. അരോഗന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടുള്ള, അഹങ്കാരം, പ്രൗഡ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് അരോഗന്റിന്റെ. അപ്പൊ ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹംബിൾ, ഓപ്ഷൻ ബി പ്രൗഡ്, ഓപ്ഷൻ സി മോഡസ്റ്റ്, ഓപ്ഷൻ ഡി ഡിഫിഡന്റ്. ഡിഫിഡന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഫിഡന്റിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ് ആണ് വരുന്നത്. അതായത് അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത, കുറച്ച് എന്താ പറയാ ഒതുങ്ങിയ, ആ ഒരു മീനിങ് ആണ് ഡിഫിഡന്റിന്റെ. മോഡസ്റ്റും ഹംബിളും ഒക്കെ ഏതാണ്ട് സെയിം മീനിങ് വരുന്നതാണ്. കുറച്ച് എന്താ പറയാ ഭയങ്കര വിനയമുള്ള, ആ ഒരു മീനിങ് ആണ് ഹംബിളും മോഡസ്റ്റും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക? പ്രൗഡ്. അപ്പൊ അരഗന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മീനിങ് എന്ന് പറയുന്നത് പ്രൗഡ് ആണ്. അപ്പൊ ഇതിന്റെ നമുക്ക് നോക്കാം. ഓവർ കോൺഫിഡന്റ്, ഓവർ കോൺഫിഡന്റ്, അതുപോലെ എന്താ പ്രൗഡ്, ഇതൊക്കെയാണ് അരഗന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിയം ഓഫ് അസെന്റ്. നമ്മൾ ഈ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് കേട്ടിട്ടില്ലേ? അസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ആ ഒരു മീനിങ് ആണ്. റൈസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് അസെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, അസെന്റ് എന്ന് പറഞ്ഞാൽ ടു റൈസ് എന്ന് പറയാം. റൈസ്. അപ്പൊ ഇതിന്റെ മീനിങ് സിനോണിയം ഏതാന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഡിസെന്റ് ആണ്. അസെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റോണിയം ആയിട്ടുള്ള വേർഡ് ആണ് ഡിസെന്റ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യുക, കുറയുക, ആ ഒരു മീനിങ് ആണ് ഡിസെന്റ് എന്ന് പറയുന്നത്. ഫോൾ, ഫോൾ എന്ന് പറയുന്ന മീനിങ് ആണ് കേട്ടോ. അടുത്ത മൗണ്ട്. മൗണ്ട് എന്ന് വെച്ചാൽ എന്താ? കയറുക, ക്ലൈംബ്. റൈസ്, കൂടുക, ആ ഒരു മീനിങ് ആണ് മൗണ്ട്. അടുത്ത കൊളാപ്സ് എന്ന് പറയുമ്പോൾ എന്താ? കൊളാപ്സ് എന്ന് വെച്ചാൽ തകരുക, ഡിസ്ട്രക്റ്റ് ആവുക, ആ ഒരു മീനിങ് ആണ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതും ഫോൾ, വീഴുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഇവിടെ അസെന്റിന്റെ ആൻസർ ഏതാണ്? സിനോണിയം ഏതാണ്? ഇറ്റ്സ് മൗണ്ട്. അപ്പൊ ആൻസർ എന്നത് ഓപ്ഷൻ ബി മൗണ്ട് ആണ്, വിച്ച് മീൻസ് ടു ക്ലൈംബ് അല്ലെങ്കിൽ റൈസ്. ഓക്കെ, അപ്പൊ അസെന്റിന്റെ സിനോണിയം ആണ് മൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിനോണിയം ഓഫ് അസിഡുവസ്. അസിഡുവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസിഡുവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള, എന്താ പറയാ അതുപോലെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ് അസിഡുവസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഹാർഡ് വർക്കിംഗ്, ഹാർഡ് വർക്കിംഗ്, കെയർഫുൾ, ആ ഒരു മീനിങ് ആണ് അസിഡുവസിന് വരുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലേസി. ലേസി ആണോ? അല്ല. ലേസി എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര മടി ആയിട്ടുള്ള, അതല്ല. ഓപ്ഷൻ ബി ഡിലിജൻ. ഡിലിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്കിംഗ്, അത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആവുക, ആ ഒരു മീനിങ് ആണ് ഡിലിജന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കെയർലെസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണല്ലേ. അപ്പൊ ഇതും അല്ല. ഓപ്ഷൻ ഡി നെഗ്ലെക്ട്ഫുൾ. നെഗ്ലെക്ട്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും എന്താ പറയുക അവോയ്ഡ് ചെയ്യുക, ഇങ്ങനെ മാറ്റി നിർത്തുക, റിജക്ട് ചെയ്യുക, ആ ഒരു മീനിങ് ആണ്. അപ്പൊ നെഗ്ലെക്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ട്. അപ്പോ
സിനോണിയം ഓഫ് അസിഡസ്. അസിഡസിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഇതിൽ ഏതാ? ഇറ്റ്സ് ഡിലിജന്റ്. ഡിലിജന്റ് വിച്ച് മീൻസ് ഹാർഡ് വർക്കിംഗ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിനോണിയം ഓഫ് അറ്റൈൻ. അറ്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അറ്റൈൻ എന്തെങ്കിലും ഒരു കാര്യം നേടുക, അറ്റൈൻ ചെയ്യുക. അപ്പൊ എന്താ? നേടുക, അതാണ് ഇതിന്റെ മീനിങ്. ടു ക്യാപ്ചർ, അതുപോലെ ടു ഗെറ്റ്, ഇതൊക്കെയാണ് അറ്റൈൻ്റെ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡിഫീറ്റ്. ഡിഫീറ്റ് എന്ന് വെച്ചാൽ എന്താ? തോൽപ്പിക്കുക, അല്ലെ? ഡിഫീറ്റ് എന്ന് വെച്ചാൽ തോൽപ്പിക്കുക എന്നാണ്. ഓപ്ഷൻ ബി അച്ചീവ്. അച്ചീവ് എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും നേടുക എന്നാണ്. ഓപ്ഷൻ സി ഫെയിൽ. ഫെയിൽ എന്ന് വെച്ചാൽ എന്താണ്? തോൽക്കുക. ഡിഫീറ്റ് എന്ന് വെച്ചാൽ തോൽപ്പിക്കുക, ഫെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽക്കുക. ഓക്കെ, ഡിഫീറ്റ് തോൽവി എന്നും പറയും കേട്ടോ. ഓപ്ഷൻ ഡി ഗീവ് അപ്പ്. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിട്ടുകൊടുക്കുക. നമ്മൾ നെവർ ഗീവ് അപ്പ് എന്നൊക്കെ പറയില്ലേ? ഗീവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിട്ടുകൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പം ഇവിടെ അറ്റൈൻ്റെ മീനിങ് വരുന്നത് ഓപ്ഷൻ ബി അച്ചീവ് ആണ്. അപ്പം ഇതിന്റെ സിനോണിയം എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അച്ചീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിനോണിയം ഓഫ് ഒഡേഷ്യസ്. ഓഡാസിറ്റി എന്ന് പറയൂലേ? ലുക്ക് അറ്റ് ഹിസ് ഓഡാസിറ്റി. ഇപ്പൊ ഓഡാസിറ്റി എന്ന് പറയുമ്പോൾ, ഒഡേഷ്യസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ധൈര്യം, കറേജിയസ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ്. അപ്പൊ ഒഡേഷ്യസ് എന്ന് പറയുമ്പോൾ കറേജിയസ്. ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടിമിഡ്, ഓപ്ഷൻ ബി ബോൾഡ്, ഓപ്ഷൻ സി ഷൈ, ഓപ്ഷൻ ഡി ഫിയർഫുൾ. ഇപ്പൊ ടിമിഡും ഷൈയും ഒക്കെ ഏതാണ്ട് ഒരേ മീനിങ് വരുന്നതല്ലേ? കുറച്ച് ഒതുങ്ങിയ, അത്ര എന്താ പറയാ, ബ്രേവ് അല്ലാത്ത, കുറച്ച് പതിഞ്ഞ, ആ ഒരു മീനിങ് ആണ് ടിമിഡും ഷൈയും വരുന്നത്. അപ്പൊ അത് രണ്ടും അല്ല. ബോൾഡ് എന്ന് വെച്ചാൽ എന്താ? കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, ബ്രേവ് ആയിട്ടുള്ള, ധൈര്യത്തോടെ, ആ ഒരു മീനിങ് ആണ്. അപ്പൊ ബോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേവ്. ഫിയർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്കെയർഡ് ആയിട്ടുള്ള, പേടിയുള്ള, ആ ഒരു മീനിങ് ആണ്. അപ്പം ഇവിടെ ഒഡേഷ്യസിന്റെ സിനോണിയം ഇവിടെ ഏതാണ്? ഇറ്റ്സ് ബോൾഡ്. ബോൾഡ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ബോൾഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിയം ഓഫ് ഒത്തന്റിക്. ഒത്തന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഒത്തന്റിക്. അത് എന്താ പറയാ, ഒറിജിനൽ ആണ്, ട്രൂ ആണ്, അതുപോലെ എന്താ, ട്രൂത്ത്ഫുൾ, ആ ഒരു മീനിങ് ആണ്. ജെനുവിൻ ആണ്, ഈ ഒരു മീനിങ് ആണ് ഒത്തന്റിക്കിന്റെ എന്ന് പറയുന്നത്. ഒത്തന്റിക് മീൻസ് ജെനുവിൻ, ഫാക്ച്വൽ ആയിട്ടുള്ള. ഓക്കെ, അടുത്ത ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫേക്ക്, അതാണോ? അല്ല. ഓപ്ഷൻ ബി ജെനുവിൻ, ഓപ്ഷൻ സി ഫോൾസ്, ഓപ്ഷൻ ഡി ഇമിറ്റേഷൻ. ഫോൾസും അല്ലല്ലേ, തെറ്റായിട്ടുള്ളതല്ല. ഓപ്ഷൻ ഡി ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം അതുപോലെ ചെയ്യുക, കോപ്പി ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ഇമിറ്റേറ്റ് എന്ന്, അനുകരിക്കുക, അതാണ് ഇമിറ്റേഷൻ. അപ്പം ഒതന്റിക് എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് ഇമിറ്റേഷൻ വരും കേട്ടോ. അപ്പം ഇവിടെ ഒതന്റിക്കിന്റെ സിനോണിയം ഏതായിരിക്കും? ഇറ്റ്സ് ജെനുവിൻ. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ട്രൂ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ഒതന്റിക്കിന്റെ. അപ്പൊ ഒതന്റിക്കിന്റെ സിനോണിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജെനുവിൻ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് 20 വേർഡ്സ് പഠിച്ചു, പിന്നെ കുറെ ഓപ്ഷൻസ് പഠിച്ചു, അതിന്റെയും മീനിങ് പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് വേർഡ്സ് ഡിസ്കസ് ചെയ്തു. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറെ വേർഡ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമ്മൾ ലെറ്റർ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുവരേക്കും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.